ഹലോ ഗൈസ്, ബാർസ് മൂവി പോയി കണ്ടു. ലാലേട്ടൻ സംവിധാനം ചെയ്ത പടമാണ്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെയാണ് പോയി കണ്ടത്. ലാലേട്ടൻ എന്ന മഹാനടൻ്റെ ഡയറക്ഷൻ എന്തേലും ഉണ്ടാകുമെന്ന ഒരു വളരെ പ്രതീക്ഷ വെച്ചിട്ടാണ് നമ്മൾ പോയി കാണുന്നത്. അപ്പോൾ അത്രയും പ്രതീക്ഷ വെക്കണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിനയം നല്ലതായിരുന്നു. അതിൻ്റെ അകത്ത് എനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നിയിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡ്രാമ പോലെ ആയിപ്പോയി. ഇംഗ്ലീഷ് മൂവി ഡ്രാമ പോലെ ആയിപ്പോയി. ഒരു സ്റ്റേജിൽ അഭിനയിക്കുന്ന ഡിസ്നിയുടെയൊക്കെ ഒരു ഡ്രാമകളുണ്ട്, അലാവുദ്ദീൻ്റെയൊക്കെ ഡ്രാമകളുണ്ട്. അതുപോലത്തെ ഒരു ഡ്രാമ സീരീസ് ഞാൻ വിഷ്വലായിട്ട് ഒരു ഫിലിമായിട്ട് കാണുന്ന പോലെ ആയിപ്പോയി. പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യായിരുന്നു. ഈ മെയിനായിട്ട് പറയുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ മോഹൻലാൽ ഒരു രാജാവിൻ്റെ വിശ്വസ്തനായ സേവകനാണ്. അപ്പോൾ ആ വിശ്വസ്തനായ സേവകനാണെന്ന് നമുക്ക് കാഴ്ചക്കാർക്ക് കുറച്ചും കൂടെ വ്യക്തമാക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റോ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ രാജാവിന് വെടിയേൽക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ രാജാവിനെ ആരെങ്കിലും വെട്ടാൻ പോകുന്ന സമയത്തോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സ്പൈയോ വല്ലതും രാജാവിനെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് മോഹൻലാൽ ഇടപെട്ട ആ വെട്ട് ഏറ്റുവാങ്ങുമോ, അല്ലെങ്കിൽ ആ വെടിയുണ്ട ഏറ്റുവാങ്ങുമോ, അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ കാണിച്ച് ഭയങ്കര വിശ്വസ്തനാണെന്നൊരു രീതി കാണിക്കാമായിരുന്നു. അതൊന്നും അതിൻ്റെ അകത്ത് പടത്തിൻ്റെ അകത്തൊന്നും നമുക്ക് വ്യക്തമാകുന്നില്ല. വിശ്വസ്തനാകുന്നൊരു ഡയലോഗ് കൊണ്ട് തീർന്നു. പിന്നെയുള്ള അതിൻ്റെ അകത്ത് വേറെ മലയാളം എനിക്ക് കണ്ട് പരിചയമുള്ള ഒരാകപ്പാടെ ഗുരുസോമ സുന്ദരനുണ്ട്, ആൻ്റണി പെരുമാവനുണ്ട്, മോഹൻലാലുണ്ട്. ബാക്കി ആൾക്കാരെ ഒന്നും കണ്ട് പരിചയമില്ലാത്ത ഒരാൾക്കാരാണ്. ബാക്കി എല്ലാവരും ഒരു ആംഗ്ലോ ഇന്ത്യൻ ടച്ച്, അങ്ങനെ ഒരു രീതിയിലുള്ള ഒരിത് പോകുന്നു. അപ്പോൾ അവർക്ക് നമുക്കൊരു കണക്ഷൻ അവരുമായിട്ടൊരിത് തോന്നത്തില്ല. പിന്നെ ഒരു എബോവ് മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ എബോവ് ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ ഒരു ഈ കഥ പറയുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം സാധാരണക്കാർക്ക് അതൊന്നും റിലേറ്റ് ചെയ്യാനോ അങ്ങനൊരു ഇത് കാര്യം തോന്നും. പിന്നെ ഒരു സിനിമയെ നമുക്ക് പ്രോഫിറ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടണം. പ്രോഫിറ്റ് കിട്ടാൻ മെയിനായിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എൻജോയബിൾ ആയിരിക്കണം, ത്രില്ലിങ് ആയിരിക്കണം, ഓഡിയൻസിനെ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റണം, അടുത്തത് എന്ത് കാണാനുള്ളൊരു ആകാംക്ഷ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരണം. അതൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. VFX എനിക്ക് വലിയ മെച്ചമായിട്ട് തോന്നിയില്ല. ആകപ്പാടെ മോഹൻലാലിൻ്റെ കൂടെ ഉള്ളൊരു ചെറിയൊരു VFX കാർട്ടൂൺ പോലെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. പക്ഷേ അതിനും ഈ VFX കൊണ്ടുവരുമ്പോൾ, കാർട്ടൂൺ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു തമാശ കൊണ്ടുവരാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. തമാശ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. പക്ഷേ VFX പോലും തമാശയില്ല, ഒന്നുമില്ല, ജസ്റ്റ് ഒരു സീരിയസ് മൈൻഡിൽ അങ്ങ് പോവുകയാണ്. ഇത് വേറെ ഞാൻ പറയുവാണെങ്കിൽ ഒരു യൂറോപ്യൻ ആൾക്കാർക്ക് ദഹിക്കുന്ന രീതിയിൽ ഉള്ളൊരു പടമായിപ്പോയി. അപ്പം നമ്മൾ ശ്രദ്ധിക്കുമ്പം മലയാളികൾക്ക് ഇതങ്ങ് ദഹിക്കാൻ പറ്റാഞ്ഞതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂറോപ്യൻസ് ആൾക്കാർക്ക് ദഹിക്കുന്ന ഒരു ഡ്രാമ മോഡൽ ഉള്ള രീതിയിലാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് മലയാളികൾക്ക് ഒരു ഇത് കണ്ടിട്ട് അങ്ങോട്ടൊരു എൻജോയബിൾ ആയിട്ട് തോന്നാതെ. ആക്ടിങ് ബേസ് നോക്കുവാണെങ്കിൽ ആക്ടിങ് കൊള്ളാം, മോഹൻലാലിൻ്റെ ആക്ടിങ് ഒക്കെ വളരെ വണ്ടർഫുൾ. പക്ഷേ ബാക്കിയുള്ളവരുടെ ആക്ടിങ്സ് നമുക്കതൊരു ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ കാണുന്ന വേറൊരു രീതിയിലുള്ള ആക്ടിങ്സും കാര്യങ്ങളും ഒരു ഇമോഷണൽ ടച്ചുംസും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് ഇത് വരും. ഇംഗ്ലീഷുകാർക്ക് ആ ഇമോഷണൽ ടച്ചുകൾ കൂടുതലായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. പിന്നെ ഹിന്ദിക്കാരെയും കൊണ്ടുവരുന്ന അവരൊന്നും നമുക്ക് പരിചയമില്ല. അവരുടെ അഭിനയം എന്താണ്, അവരുടെ ഡീറ്റെയിൽസ് ഒന്നും വരുന്നില്ല. പിന്നെ പോർച്ചുഗീസ് ഭാഷ പറയുമ്പം അത് ഒന്നെങ്കിൽ ആരെങ്കിലും അതിൻ്റെ മലയാളം അർത്ഥം പറഞ്ഞു പോകാമായിരുന്നു. അത് ഇല്ല. സബ് ടൈറ്റിൽസ് ഇവിടെ മാൾട്ട വെച്ചാണ് ഞാൻ കണ്ടത്. മാൾട്ടയെന്ന് വെച്ചാൽ പകുതി കാണാൻ പറ്റുന്നില്ല. സബ് ടൈറ്റിൽസ് പകുതി എനിക്ക് വായിക്കാൻ പറ്റുന്നുള്ളായിരുന്നു. അത് സ്ക്രീനിൻ്റെ കുഴപ്പമായിരിക്കാം, അങ്ങനെ പ്രശ്നമായി. അപ്പോൾ എനിക്കത് വായിച്ചെടുക്കാൻ പറ്റിയില്ല. ഈ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് മെയിൻ പറയുന്നത് മോഹൻലാൽ നിധി കാക്കുന്ന ദിഗംബര തമ്പുരാൻ്റെ നിധി കാക്കുന്ന ഭൂതമായിട്ട് മോഹൻലാലിനെ കൺവേർട്ട് ചെയ്യണം. പക്ഷെ അപ്പോൾ ഈ കൺവേർട്ട് ചെയ്യുന്ന ഭൂതത്തിന് കുറേ പെക്യുലർ കഴിവുകൾ കാണണം. അതൊന്നും ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് കാഷ്വലായിട്ടുള്ള
രീതികളിൽ അങ്ങ് പോവുകയാണ്. കുറച്ചും കൂടെ ഒരു മാജിക്കലായിട്ട് കാണിക്കാമായിരുന്നു. കുറച്ചും കൂടെ ഭൂതം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഒരു കൺസെപ്റ്റിൽ കുറച്ചും കൂടെ നല്ല ശക്തിയുള്ള ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പടയാളികളെ ക്രിയേറ്റ് ചെയ്യാം, മാജിക്കൽ ഇലൂഷൻസ് കാണിക്കാം, അങ്ങനെയും കാണിക്കാം. പിന്നെ ആദ്യത്തെ ഭാഗങ്ങളിൽ ഇതൊരു പഴയ കാലഘട്ടങ്ങൾ കാണിക്കുമ്പോൾ വേണമെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് മോഹൻലാലിന് ഈ ഇദ്ദേഹത്തിൻ്റെ പടയാളിയായിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സർവ്വസേനാധിപതിയായിട്ട് അറ്റാക്ക് ചെയ്യുന്നതും ഒരു കപ്പൽ പടയിൽ കയറി അറ്റാക്ക് ചെയ്യുന്നതും അങ്ങനെയുള്ള കുറച്ച് സീനുകളൊക്കെ ഉൾപ്പെടുത്തുമായിരുന്നെങ്കിൽ, സ്ക്രിപ്റ്റ് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യുമായിരുന്നെങ്കിൽ, തമാശകൾ ഉൾപ്പെടുത്തുമായിരുന്നെങ്കിൽ, കുറച്ച് ഫൈറ്റ് സീനുകൾ ഉൾപ്പെടുത്തുമായിരുന്നെങ്കിൽ അതൊക്കെ വളരെ മനോഹരമാക്കിയതിനെ. കുറച്ച് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാനുണ്ട്, ചെറിയ സിമ്പിളാക്കി അങ്ങ് പറഞ്ഞു പോയെന്നുള്ള രീതിയിലായിപ്പോയി. ഒരു ഇമോഷണൽ ടച്ച് വരുന്നില്ല, ഫാമിലി ബോൺസ് ഒന്നും വരുന്നില്ല ഇവരുമായിട്ട്. ഇതിപ്പം ആ നിധി എടുത്തോണ്ട് ആരെങ്കിലും പോയാലും നമുക്കൊന്നും ഒരു ഫീല് തോന്നത്തില്ല. അത് ആരെങ്കിലും കൊണ്ടോട്ടെ നമ്മൾ വിചാരിക്കും. അത് ഇപ്പം നിധി കിട്ടിയിട്ട് അല്ലെങ്കിൽ നിധി ഇപ്പം അനന്തരാവകാശിക്ക് കൈമാറിയിട്ട് നമുക്കത് കൈമാറണം എന്ന്, അത് കൈമാറിയേ പറ്റുള്ളൂ. എന്നാലേ എന്നിട്ട് മോഹൻലാലിന് ഈ ഭൂതത്തിൻ്റെ രീതിയിൽ നിന്ന് റിലീസായാൽ നമുക്കൊരു സന്തോഷം വരുന്ന ഒരു ഫീലിങ്സ് നമുക്ക് വരുന്നില്ല. അപ്പം അങ്ങനൊരു ഫീലിങ്സോ അല്ലെങ്കിൽ ലാസ്റ്റ് ഈ നിധി കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലേ നമുക്കൊരു ഫീലിങ്സ് അതുകൊണ്ട് ഇങ്ങനെ നടക്കണം, അങ്ങനെ നടന്നു കഴിയുമ്പം നമുക്കൊരു സന്തോഷം, ആ ഒരു ഫീലിങ്സ് വരണം. ഇതൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, ആൾക്കാരുടെ ഫീലിങ്സിലോ അല്ലെങ്കിൽ എമോഷണലിലോട്ട് ഇറങ്ങിപ്പരാൻ പറ്റിയിട്ടില്ല. ഇല്ലെങ്കിൽ അത് പക്ക ഒരു പിള്ളേരുടെ മൂവി ആക്കി എടുക്കണമായിരുന്നു. പക്ഷെ പിള്ളേരുടെ മൂവി എടുക്കാനുള്ള കോമഡീസ് ഇല്ല, ഒരു തമാശ, ഒരു VFX ജസ്റ്റ് കൊണ്ടുവന്നിട്ട് പിള്ളേരുടെ മൂവി ആകുകയില്ല. പിള്ളേരുടെ മൂവീസ് ഇതിൻ്റെ അകത്ത് തമാശകൾ കൊണ്ടുവരണം. അപ്പോൾ തമാശകൾ കൊണ്ടുവരുമ്പോഴാണ് പിള്ളേരുടെ മൂവീസ്. ജസ്റ്റ് ഒരു ആനിമേഷൻ കാണിച്ചു തന്നിട്ട് പിള്ളേരുടെ മൂവി ആകുകയില്ല. ഒരു ആനിമേഷൻ കാർട്ടൂൺ ഒരു ഇത് വന്നത് വരുന്ന ക്യാരക്ടേഴ്സ് പോലും സീരിയസ് കാര്യങ്ങളുമാണ് പറയുന്നത്. അപ്പം അത് പിള്ളേർക്ക് എങ്ങനെ എൻജോയബിൾ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു സീരിയസ് ആയിട്ടുള്ള ഡ്രാമയായിട്ട് വേണമെങ്കിൽ കൂട്ടാം, ആനിമേഷൻ ഉൾപ്പെടുത്തിയുള്ള ഡ്രാമയായിട്ട് കൂട്ടാം. പക്ഷെ അത് നമ്മുടെ മലയാളി ഓഡിയൻസിന് ദഹിക്കുന്നതല്ല, ഒരു വെസ്റ്റേൺ ഓഡിയൻസിന് ദഹിക്കുന്ന സീരിയസ് ആയിട്ടുള്ള ഒരു ഡ്രാമയായിട്ട്, ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഡ്രാമയായിട്ട് കൂട്ടാം. എൻ്റെ ഒരു കാഴ്ചപ്പാടെ വെച്ച് അദ്ദേഹം ഒരു പുതിയൊരു എക്സ്പീരിമെൻ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതായത് ഇതുപോലൊരു ഡ്രാമ. പക്ഷെ അത് ഫസ്റ്റ് ഫിലിമിൽ വേണ്ടായിരുന്നു. ഫസ്റ്റ് ഫിലിം ഒരു മാസ്സായിട്ടുള്ള ഒരു രീതിയിലായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അദ്ദേഹത്തിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ഇത് അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ മോൻ്റെ എക്സ്പോഷറും അദ്ദേഹത്തിന് ഇത്രയും കാലത്തെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസും എല്ലാം വെച്ച് അദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു ഡ്രാമാറ്റിക്കൽ ഫിലിം പോലെ അദ്ദേഹം ഇറക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഇത് നമ്മളിപ്പം നമ്മുടെ ഓഡിയൻസ് ആരാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ മനസ്സിലാക്കിയാലേ ആ പടത്തിന് വിജയസാധ്യത കൂടുതലുള്ളൂ. നമുക്ക് എന്തുകൊണ്ടാണ് പുഷ്പ നമുക്കിഷ്ടപ്പെടാഞ്ഞത്, പക്ഷേ ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ കാരണങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് പടങ്ങൾ, മാസ് ഡയലോഗ്, മാസ് കാര്യങ്ങൾ നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ വേറുള്ള ഭാഗങ്ങളിലോട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ അംശങ്ങളെ കുത്തിക്കയറ്റുന്ന അതൊക്കെ അതിൻ്റെയൊക്കെ അതൊക്കെ അവർക്ക് കാണുന്നവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ പക്കാമാസും അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതും പിന്നെ ഈ ഫാമിലി ബോണ്ട് വളരെ രീതിയിൽ കാണിക്കുന്നതും നോർത്ത് ഇന്ത്യൻസിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ നമുക്ക് ലോജിക്കില്ല എന്ന് തോന്നുന്നത് പലതും വേറുള്ള സ്ഥലങ്ങളിൽ ക്ലിക്കാകാനുള്ള കാര്യം. അതാണ് എനിക്ക് പുഷ്പയെന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് നമ്മുടെ ഓഡിയൻസ് ആരാണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫിലിം കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും. നമുക്ക് ബിസിനസ് ഫിലിമെ ഒരു ആർട്ട് എന്ന രീതി കൺസിഡർ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഒരു നല്ല ആർട്ട് ഫോമാണ്, ഒരു വെറൈറ്റിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ബാറൂസിനെ കൺസിഡർ ചെയ്യാം. പക്ഷേ നമുക്കൊരു പ്രോഫിറ്റബിൾ ഇതും കൂടെ വേണ്ടി വരുമ്പോൾ നമ്മളുടെ ഓഡിയൻസിനെ കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാനെന്ന് എൻ്റെ അഭിപ്രായം പറയുന്നു.